ദൈവ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ നല്ല പാതകളിലൂടെ സഞ്ചരിക്കുവാനും വെളിച്ചം വീശുവാനും പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ജപം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. ദൈവസ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവനാമത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ദൈവത്തിൻ്റെ സന്ദേശം നിങ്ങളുടെ സഹോദരങ്ങളിലേക്കും എത്തിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാനും ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനോടുള്ള ജപം ഒന്ന് നോക്കാം. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരിക. നിന്റെ വെളിവിൻ്റെ കതിരുകൾ ആകാശത്തിൽ നിന്ന് അയച്ചു തരിക. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക. എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമുള്ള വിരുന്നേ, മധുരമുള്ള തണുപ്പേ, അലച്ചിലിൽ സുഖമേ, ഉഷ്ണത്തിൽ കുളിരേ, കരച്ചിലിൽ സ്വൈര്യമേ വരിക. എത്രയും ആനന്ദത്തോടു കൂടി ഇരിക്കുന്ന പ്രകാശമേ, നിന്റെ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ നിറയ്ക്കുക. നിന്റെ വെളിവ് കൂടാതെ മനുഷ്യരിൽ ദോഷമല്ലാതെ ഒന്നുമില്ല. അപ്പുറത്തുള്ളത് നീ കഴുകുക, വാടിപ്പോയത് നനയ്ക്കുക, രോഗപ്പെട്ടത് നീ സുഖപ്പെടുക, ആറിപ്പോയത് നീ കാച്ചുക, വഴിതെറ്റിപ്പോയത് നീ നേരെയാക്കുക. നിന്റെ മേൽ ശരണപ്പെട്ടിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും നിന്റെ 7 വിശുദ്ധ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഗ്യമരണവും അതുപോലെ തന്നെ നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക. ആമീൻ. അപേക്ഷകൾ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രാർത്ഥന കൂടി നോക്കാം. പരിശുദ്ധാത്മാവെ, എനിക്ക് എല്ലാം വെളിപ്പെടുത്തുകയും എനിക്ക് വഴി കാണിച്ചു തരികയും എന്നോട് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും കഴിവ് തരുന്ന ദൈവിക ദാനം തരികയും എൻ്റെ എല്ലാ ചിന്തകളിലും ഉള്ളവനുമായ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എത്ര വലിയ ഭൗതിക ആഗ്രഹങ്ങൾ എന്നിൽ ഉണ്ടായാലും ഒരു നിമിഷം പോലും അങ്ങയിൽ നിന്ന് അകലുവാനോ വേർപെടുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു. നിത്യദൈവമഹത്വത്തിൽ അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണം എന്ന് അപേക്ഷിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം പരിശുദ്ധ ആത്മാവിനോട് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി 3 ദിവസം അടുപ്പിച്ച് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. 3 ദിവസത്തിന് ശേഷം നിങ്ങളുടെ അപേക്ഷ തീർച്ചയായും സഫലീകരിക്കും. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒരു കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിക്കണം. അപേക്ഷ സാധ്യമായാൽ ഈ പ്രാർത്ഥന പ്രസിദ്ധീകരിക്കുക. ഈ പ്രാർത്ഥനയുടെ പകർപ്പുകൾ എത്രയും അധികം ആളുകളിൽ എത്തിക്കും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കഴിവുള്ളവർ അത് ചെയ്യാനും കൂടി ഒന്ന് ഓർമ്മിക്കുക. വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന വിമല ഹൃദയത്തോടുള്ളൊരു പ്രതിഷ്ഠാ പ്രാർത്ഥന കൂടി നോക്കാം. ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലുന്ന പക്ഷം അപകടങ്ങളിൽ നിന്നും മരിയ സംരക്ഷണം ലഭിക്കുന്നതാണ്. ഏറ്റവും നിർമ്മലവും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയമേ, ഫാത്തിമ നാഥേ, പരിശുദ്ധ ജപമാല റാണി, ഏറ്റവും വലിയ ശരണത്തോടെ ഞാൻ അങ്ങിൽ അഭയം പ്രാപിക്കുന്നു. നിത്യമരണത്തിൻ്റെ കയത്തിൽ നിന്നും തൻ്റെ തിരുസുതനാൽ മനുഷ്യകുലത്തെ മോചിപ്പിക്കുവാൻ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനായി പിതാവായ ദൈവത്താൽ സൃഷ്ടികൾക്ക് മുമ്പേ രൂപപ്പെട്ടവളും സമയത്തിൻ്റെ പൂർണ്ണതയിൽ അമലോത്ഭയായി തീർന്ന ദൈവമാതാവായി അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മാതാവേ, അത്ഭുത ജ്ഞാനത്തിൻ്റെ പാത്രമേ, ഇതാ
ഇന്നു ഞാൻ അങ്ങേ തൃപ്പാദത്തിൽ മുട്ടുമടക്കുന്നു. എനിക്ക് നിത്യജീവൻ നൽകാൻ സ്വയം ബലിവസ്തുവായിത്തീർന്ന അങ്ങേ തിരുസുതൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുക വഴി ഞാനും അങ്ങേ മകനായിത്തീരുന്നു എന്ന സത്യം ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ സത്യത്തെ ഞെരുക്കുകയും തള്ളിപ്പറയുകയും നിഷേധിക്കാതിരിക്കുകയും ചെയ്യുന്നു. ആമീൻ.